ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 കേരളത്തിലും കർണാടകയിലും അതുപോലെ തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വമ്പൻ തരംഗം സൃഷ്ടിച്ച രണ്ട് സിനിമകളാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര, കാന്താര ചാപ്റ്റർ 1 എന്നിങ്ങനെ. ഈ വരുന്ന ഒക്ടോബർ 31 വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണിക്ക്, അതായത് നാളെ വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ ഈ സിനിമകളുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിലായി ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ചിത്രം 62-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,90,000 രൂപയായിരുന്നു. അങ്ങനെ 62 ദിവസം കൊണ്ട് കേരളത്തിൽ 121,79,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 63-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച കേരളത്തിൽ 2 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 121,80,00,000 മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 301,75,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഹോംബാലെ ഫിലിംസിന്റെ മറലിൽ ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയത് ഒക്ടോബർ 2-നാണ്. ഈ സിനിമ പ്രൈം വീഡിയോ OTT പ്ലാറ്റ്ഫോം വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിലായി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ചിത്രം 27-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 19,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 27 ദിവസം കൊണ്ട് കേരളത്തിൽ 54,88,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 28-ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 16 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 28 ദിവസം കൊണ്ട് കേരളത്തിൽ 55 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. കർണാടകയിൽ ഇന്നലെ ചൊവ്വാഴ്ച വരെ ഈ സിനിമ 238,35,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 105,25,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 242,15,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 27 ദിവസം കൊണ്ട് 711,35,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 110,15,00,000 രൂപയാണ് വിദേശ കളക്ഷൻ. അങ്ങനെ 821,50,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ധനുഷ് തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒക്ടോബർ 1 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടൈ. സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും സാമ്പത്തികമായി ഈ സിനിമയ്ക്ക് വിജയം വരിക്കാനായിട്ടില്ല. സിനിമ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി കളക്ട് ചെയ്തത് 71,75,00,000 രൂപയായിരുന്നു. ഇന്ന് ഒക്ടോബർ 29 ബുധനാഴ്ച ഈ സിനിമയുടെ OTT റിലീസ് പൂർത്തിയായിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അർജുന അശോകന്റെ തലവര എന്ന സിനിമയുടെ OTT റിലീസും ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. ആമസോൺ പ്രൈം വഴിയാണ് ഈ സിനിമയുടെ OTT റിലീസ് പൂർത്തിയായത്. അഖിൽ അനിൽകുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 22 തിയേറ്ററിലെത്തിയ ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും സാമ്പത്തികമായി ഈ സിനിമയ്ക്കും വിജയിക്കാനായില്ല. കേരളത്തിൽ 2,27,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 25 ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. വിദേശത്ത് നിന്ന് 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 3,22,00,000 രൂപയാണ്. ഷറഫുദ്ദീൻ നായകനെ പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഈ സിനിമ 13-ാം ദിവസം വരെ ചൊവ്വാഴ്ച കേരളത്തിൽ 26 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 13 ദിവസം കൊണ്ട് 9,11,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 14-ാം ദിവസമായത് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20-25 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 9,35,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 14 ദിവസത്തെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 14 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13,50,00,000 റേഞ്ചിലുമാണ്. ഒക്ടോബർ 24 വെള്ളിയാഴ്ച തിയേറ്ററിലെ ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. നവാഗതനായ നൗഫൽ അബ്ദുള്ള എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ മാത്യു തോമസ്, റോഷൻ ഷാനവാസും, മെറിൻ ഫിലിപ്പ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് 2,57,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20-25 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 2,80,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,30,00,000 റേഞ്ചിലാണ്. രത്തിന പീറ്റി സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 തിയേറ്ററിലെ മലയാള സിനിമയുടെ പാതിരാത്രി. സൗൻ ഷാഹിർ, നവ്യ നായർ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 12-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 5,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. 12 ദിവസം കൊണ്ട് 2,33,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 13-ാം ദിവസമായത് ബുധനാഴ്ച കേരളത്തിൽ 5 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2,38,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,85,00,000 റേഞ്ചിലാണ്. ഒക്ടോബർ 21 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് തമ്മ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,60,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 35 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 8 ദിവസം കൊണ്ട് 121,50,00,000 സ്വന്തമാക്കിയ ഈ സിനിമ വിദേശ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 17,50,00,000 രൂപയുമാണ്. ടോട്ടൽ 8 ദിവസം കൊണ്ട് 139 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തീശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത് ദീപാവലി റിലീസായി ഒക്ടോബർ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയുടെ ഡ്യൂഡ്. ഈ സിനിമ 12-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 9,75,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ 12 ദിവസം കൊണ്ട് 4 കോടി രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 108 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ധ്രുവ് വിക്രം നായകനായി മാരി ശെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ദീപാവലി റിലീസായി ഒക്ടോബർ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ബൈസൺ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരള കളക്ഷനായി 7,65,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 12 ദിവസം കൊണ്ട് കേരളത്തിൽ 1,29,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 45,35,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 52,85,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ സിനിമയുടെ 55 കോടിയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുമുണ്ട്. ഷെയ്ൻ നിഗം നായകനെ നവാഗതനായ ഉണ്ണി ശിവരംഗം തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26 തിയേറ്ററിലെത്തിയ സിനിമയാണ് ബൾട്ട്.
പാർട്ടി. ഈ സിനിമ 33 ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,55,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 33 ദിവസം കൊണ്ട് 9,26,00,000 രൂപയാണ് കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 13,20,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങാനുണ്ടായത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.